ഷാമേ, ഈ സിനിമയിൽ നായക നടന്മാരെക്കാൾ അല്ലെങ്കിൽ നായകനേക്കാൾ അല്ലെങ്കിൽ നായകനൊപ്പം പേരും പെരുമയും വില്ലന്മാർക്കുണ്ടാകുക, വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർക്കുണ്ടാകുക എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഇന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ ചിത്രമാണ് ഷോലെ. ഷോലയിൽ അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര. പക്ഷെ അവരെക്കാളൊക്കെ ആ പടത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചുകൊണ്ട് പോയത് അംജദ് ഖാൻ എന്ന് പറയുന്ന ഒരൊറ്റ വില്ലനാണ്. ആ ഒരൊറ്റ പടത്തിൻ്റെ പേരിലാണ് അദ്ദേഹം മരിക്കുന്നിടം വരെയും മരണശേഷവും അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെയാണ് കിരീടം എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമ. മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥാപാത്രം. ആ സേതുമാധവനൊപ്പം അല്ലെങ്കിൽ ചില സീനുകളിൽ അതിനേക്കാൾ മുകളിൽ കയറിപ്പോയ ഒരാളാണ് കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം. സിനിമയിലെ കഥാപാത്രമാണ്, പക്ഷേ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും കീരിക്കാടൻ ജോസ് ആണ് എന്ന് ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഒരുപക്ഷെ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. മോഹൻരാജ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നറിയാത്ത ആളുകളുണ്ടാവും. കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന മലയാളം കണ്ട ഏറ്റവും കൊടൂര വില്ലൻ, അത്രയും ഉയരവും. അദ്ദേഹം ആ കഥാപാത്രം ആകാൻ വേണ്ടി വന്ന ആളല്ല, യാദൃച്ഛികമായി അവിടെ വരികയും അദ്ദേഹത്തെ കീരിക്കാടൻ ജോസ് ആക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ കീരിക്കാടൻ ജോസ് എന്ന് സംവിധായകനായ സിബി മലയിലും ലോകദാസും ഒരേ മനസ്സോടുകൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തെ കീരിക്കാടൻ ജോസ് ആക്കുകയായിരുന്നു. സിനിമ അദ്ദേഹത്തെ അങ്ങനെ തേടി വന്നതാണ് ആ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രം, മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും മികച്ച വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുക്കുന്ന ഒരു വില്ലൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു പേര് പതിഞ്ഞ ഒരു വില്ലൻ. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി തരാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലമൊക്കെ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്? നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കീരിക്കാടനെ ഓർമ്മയുള്ളൂ. നമ്മളെപ്പോഴും കീരിക്കാടൻ എന്നാണ് ചിന്തിക്കുന്നത്. ആ കീരിക്കാടന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സർവീസാണ്. 20 വർഷം അദ്ദേഹം സസ്പെൻഷൻ, 20 വർഷം സസ്പെൻഡ് ചെയ്തത്. അത് വല്ലാത്തൊരു ദുഃഖമാണ്. 20 വർഷം വലിയ കാലയളവല്ലേ. 20 വർഷം അദ്ദേഹം കോടതിയിൽ കേസ് വാദിച്ചു. കോടതിയിൽ കേസ് വാദിച്ചാണ് എൻഫോഴ്സ്മെന്റിലേക്ക് അദ്ദേഹം 2010 തിരിച്ചത്. ആ 20 കൊല്ലവും അദ്ദേഹത്തിന് പുറത്തേക്കേണ്ടി വന്നു. മലയാളികളിൽ ഏറ്റവും ആവേശത്തോടു കൂടി കണ്ട ആ വില്ലന് വേണ്ടിയിട്ട് മോഹൻരാജിന് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതമാണ്. അദ്ദേഹം ആർമിയിലായിരുന്നു, ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. 20ാമത്തെ വയസ്സിൽ ആർമിയിൽ ഉദ്യോഗസ്ഥനായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റ് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോരുന്നു. പിന്നീട് കസ്റ്റംസിലായി. 2 വർഷം കസ്റ്റംസ് ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ എൻഫോഴ്സ്മെൻറ്റിൽ ജോലിക്ക് വരുന്നത്. ആ എൻഫോഴ്സ്മെൻറ്റിൽ ജോലിക്ക് ഇരിക്കുകയാണ് ഇവരുടെ കയ്യിൽ കിട്ടുന്നത്, ലോഹിദാസിൻ്റെയും സിബി മലയുടെയും. ഇത് പ്രദീപ് ഷെട്ടിയാണ് ഇത് ചെയ്യാൻ ഇരുന്നത്. തമിഴ്നാടൻ പ്രദീപ് ഷെട്ടിയാണ് ഇവർ കീരിക്കാടനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രദീപ് ഷെട്ടി വേണ്ട എന്നൊരു തീരുമാനം പിന്നീട് എടുത്തു. ലോഹിദാസ് എഴുതി വെച്ചിരുന്നത് തന്നെ 2 ആൾ പൊക്കവും നെറ്റിയിൽ മുറിവും ചുവന്ന കണ്ണുകളും ഒക്കെയുള്ള ഒരു കൊടൂര വില്ലനെയാണ് എന്നാണ് എഴുതി വെച്ചിരുന്നത്. പേപ്പറിൽ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെ ഒരാളെയാണ്. പക്ഷെ അഭിനയിക്കാൻ അറിയാനും പാടില്ല, അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു ലോഹിദാസിന്റെ ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തി ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ആ സെറ്റിലേക്ക് വരുമായിരുന്നു, വേറൊരു സുഹൃത്തിനോടൊപ്പം സെറ്റിൽ വരുമായിരുന്നു. അപ്പോഴാണ് ഇവർ കാണുന്നത്. അതോടുകൂടി ഇവർ പറഞ്ഞു ഇത് മതി ഇതാണ് കീരിക്കാടൻ. ചിലരുടെ ഒരു രാശി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയാതെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നത്, അറിയിക്കാതെ വന്നു എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ. അതെ. പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു. 6-ാം തമ്പുരാനിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, നാരായണിലും, എല്ലാത്തിലും മോഹൻലാൽ എന്ന നടൻ ഇടിച്ച് കരുത്ത് കാട്ടിയത്, ഈ അടിച്ച് കരുത്ത് കാട്ടിയത് ഇദ്ദേഹത്തെയാണ്. അത് ഇദ്ദേഹത്തെ സ്റ്റണ്ട് പഠിപ്പിച്ച മോഹൻലാലാണ് പഠിപ്പിച്ചത്. അത് ഒരുപാട് ഇന്റർവ്യൂവിൽ അത് മുൻപ് ലോഹിദാസും പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, സിബി മലയിലും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ എങ്ങനെ അടിക്കണം, എങ്ങനെ തടയണം എന്നൊക്കെ ഉള്ളത് മോഹൻലാൽ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചെടുത്തത്. മോഹൻലാൽ കളരി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കളരി വിദ്വാനാണ്, പഴയ ബോക്സറാണ്, കളരി വിദ്വാനാണ്. അടിതടയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഈ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. SI ടെസ്റ്റ്, കേരള പോലീസിന്റെ SI ടെസ്റ്റിൽ 2ാം റാങ്ക്. ആലോചിച്ചു ബുദ്ധി എത്രയുണ്ടെന്ന്. നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, നല്ല നന്മയുള്ള ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. കാഞ്ഞിരംകുളം സ്വദേശിയാണ്, തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയാണ്. ഈ കാഞ്ഞിരംകുളം സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം ഈ വില്ലനായതിനു ശേഷം പലരും ഇദ്ദേഹത്തോട് മിണ്ടത്തിലായിരുന്നു. കീരിക്കാടനായതിൽ പിന്നെ ആളുകൾക്ക് വെറുപ്പായിരുന്നു. ആളുകൾക്ക് ഈ പഴയ കാലത്തെ ആളുകൾക്ക് സിനിമ കാണുമ്പോൾ അങ്ങ് ഭയങ്കര
അതിനോട് അതൊരു വെള്ളിത്തിരയിൽ നടക്കുന്ന ഒരു അഭിനയമാണെന്ന് മനസ്സിലാക്കാതെ പഴയ കാലത്തുള്ള ആളുകൾ ഈ മനുഷ്യരെ പെട്ടെന്ന് ഈ വില്ലന്മാരെയൊക്കെ അങ്ങ് വെറുക്കുമായിരുന്നു. അവരോടൊക്കെ മിണ്ടത്തില്ല. രണ്ടെണ്ണം പൊട്ടി, ഇവനെ ആരെങ്കിലും പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് വിനീതിന് പറ്റിയിട്ടുണ്ട്. വിനീതിന് പറ്റിയിട്ടുണ്ട്. വിനീത് കമലദളം സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം അവിടെ എടുത്തിട്ട് അടിക്കാൻ ചെന്നു. കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നീ ലാലേട്ടന് വിഷം കൊടുക്കുമല്ലോടാന്ന് ചോദിച്ചു. അന്നത്തെ കാലത്തെ ആളുകൾ ഈ പറയുന്ന പോലെ സിനിമയിൽ അങ്ങ് അഭിനമിക്കുമായിരുന്നല്ലോ. ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. ഇപ്പൊ അഭിനയമാണെന്നൊക്കെ ആളുകൾക്കറിയാം. പക്ഷെ അദ്ദേഹം ഇതിനുവേണ്ടി ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഒരുപാട് നഷ്ടങ്ങൾ ഈ ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഇദ്ദേഹത്തെ അടുപ്പിക്കാതായി. നമ്മൾ കാണുന്ന കീരിക്കാടൻ ഒരു എന്താ പറയുക തകർത്തഭിനയിച്ച് പോയ ഒരു കഥാപാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് മൊത്തം നഷ്ടം ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ വിചാരിക്കുന്നതോ വളരെ എന്താ പറയുക ഒരു അഭിനയിച്ച് തകർത്തിരിക്കുകയാണ്, എക്കാലത്തെയും ഓർമ്മിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പുറത്താണെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന് നഷ്ടങ്ങൾ മാത്രമാണ്, വലിയ നഷ്ടങ്ങളാണ് ആ കഥാപാത്രം ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹം മരിച്ച ദിവസം തന്നെ നമ്മളിത് എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അന്ന് എടുക്കാതെ പോയത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ആത്മാവിന് നമ്മളൊരു നിത്യശാന്തി നേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഒരു വില്ലനായി മാറി. പിന്നെ കുറെ കോമഡി അതിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഹലോയിലൊക്കെ കോമഡി നിറഞ്ഞ അത് വില്ലനാണ്. പഴയ വില്ലന്മാര് പഴയ ഗുണ്ടുകളെ എടുത്തിട്ട് ഇടിക്കുന്നത്. ആ ശരീരവും ആ ആജാനുബാഹുവായിട്ടുള്ള ആ ശരീരമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന പലരും. പല വില്ലന്മാരും പാവങ്ങളാണ്, വളരെ സാധുക്കളാണ്. നമ്മുടെ നാട്ടിൽ കുണ്ട്ര ജോണി ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല സ്വീകരണവും ഒക്കെ തരുന്ന. കാലുവയ്യായിരുന്നു, അവസാന കാലമായപ്പോ കാലുവയ്യാത്ത. ഞാൻ പലപ്പോഴും കൊല്ലം സിറ്റിയിൽ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. കാല് എടുത്തെടുത്ത് വെച്ചാൽ നടക്കാറുള്ളത്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവസാനം. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് മറവി രോഗമായിരുന്നു. അതെ, മറവി രോഗമായിരുന്നു. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാത്രം മെമ്മറി കയറി വരും. അപ്പോഴൊക്കെ ഈ സിനിമയെ കുറിച്ച് പറയുമായിരുന്നു. എപ്പോഴും കിരീടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കിരീടത്തിനെ കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത്. ഇവരൊക്കെ വളരെ ഈ സാധുക്കളായിട്ടുള്ള വില്ലന്മാരാണെന്നേ. ഇവരെല്ലാം വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. കണ്ടാൽ വിശ്വസിക്കുമോ? കണ്ടാൽ തോന്നുന്നു. കണ്ടാൽ എന്താ ആദ്യമായിട്ട് ആ വിയറ്റ്നാം കോളനിയുടെ ഇതും ഡോറും തുറന്നങ്ങോട്ട് കയറി വരുന്ന ഒരു രംഗമുണ്ടല്ലേ, ബാക്കിൽ നിന്നൊക്കെ ഉള്ളൊരു ഷോട്ട് ഉണ്ട്. അതൊക്കെ കാണുമ്പോഴേ നമ്മൾ ഇരുന്ന് വിറയ്ക്കും. അതെ, ആ ഒരു വിറക്കം കാണുമ്പോഴേ നമ്മൾ പേടിച്ചു. ഇവരൊക്കെ വളരെ വ്യക്തി ജീവിതം നോക്കുമ്പോൾ ഇവിടെ എല്ലാം സാധുക്കളാണ്. നമ്മുടെ മറ്റേ ഇദ്ദേഹത്തെ പറഞ്ഞ പോലെ, പിന്നെ കൺവിൻസിംഗ് സ്റ്റാറിനെ പറഞ്ഞ പോലെ. അതെ, അതെ. എത്രയോ പടത്തിൽ ഇന്നലെയും ഞാൻ കുറെ കണ്ടു കേട്ടോ. ഈ നമ്മൾ പറഞ്ഞല്ലാതെ കുറെ സാധനങ്ങൾ ഒരുപാട്. അപ്പൊ ഞാൻ ഇന്നലെ നോക്കിയപ്പോ ഈ ഫാസിലിനെ കൊല്ലുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. ഫാസിലിനോട് പറയുന്നുണ്ട് നേരം വെളുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. ശരി, എന്നാ പിന്നെ പിറ്റേന്നാ പുള്ളി മരിച്ചു കിടക്കുക, തട്ടിക്കളഞ്ഞ്. ഇന്നലെ ഏതൊരു പെണ്ണിനെ മുക്കിക്കൊല്ലുന്നുണ്ട്. ഒരു നായികയെ, ഈ ബാത്ത് ഡബ്ബി കിടക്കുകയാണ് നായികയുടെ അടുത്ത് നിന്ന് പിന്നെ കഴുത്തിലൊക്കെ തലോടി കൊണ്ടിരുന്ന അവസരം വെള്ളത്തിൽ മുക്കിയപ്പോൾ കൺവിൻസിംഗ് സ്റ്റാറിനെ തട്ടിയിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യെന്ന് കൺവിൻസിംഗ് സ്റ്റാറിന്റെ കയ്യിലിരിപ്പ് പറഞ്ഞു. ഇഷ്ടംപോലെ ഞാൻ നോക്കിയതിനകത്ത് കുറെ ചിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുള്ളൂ. കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് തട്ടിയിട്ട് നടക്കാൻ വയ്യെന്നേ. ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും കൺവിൻസിംഗ് സ്റ്റാറാണ് മൊത്തത്തില്. എന്തായാലും മോഹൻരാജിന്റെ ജീവിതം, അദ്ദേഹത്തിന് കിരീടം നല്ലൊരു കഥാപാത്രത്തെയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അദ്ദേഹത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ സർവീസ് ഒക്കെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോയി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇതും കൂടെ മലയാളികൾ ഓർക്കണം. 2015 അദ്ദേഹം സ്വമേധയാ VRS എടുത്തു. VRS എടുത്ത് പിരിവ് വരും. ശരി.